അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞ അരീക്കോട് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെമ്പ്രക്കാട്ടൂർ കാരികഷ്ണം റോഡാണിത്. അപ്പോൾ ഈ റോഡും പടിഞ്ഞാറ റോഡൊക്കെ ഒരേ ടൈമിന് പണി നടത്തുന്ന റോഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ക്വാളിറ്റി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിന്മേൽ ഈ പൊന്തി നിൽക്കുന്നത് മുഴുവൻ സിമെൻ്റാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് സിമെൻറ്റിൻ്റെ പോരായാണെന്നാണ് എനിക്ക് മനസ്സിലാണത്. മഴയൊക്കെ ഇപ്പോൾ പടിഞ്ഞാറമുക്കിലും ഇവിടെയൊക്കെ ഒരേ മാതിരിയാണ് മഴ പെയ്തിനതൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ കാണുന്നത് ഈ പൊടിയൊക്കെ സിമെൻറ്റിൻ്റെ പൊടിയാണ്. ഇത് ഈ കോലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ എടുക്കൂല. റോഡ് ഇപ്പോൾ തന്നെ കേടാനാണ് സാധ്യത കാണുന്നത് ഞാൻ. പിന്നെ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു വിള്ളലും കൂടിയും കാണുന്നുണ്ട്. ആണോ, അവിടെ ഇതിങ്ങനെ വിണ്ട് കയറിയിട്ടുണ്ട്. അത് എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അത് ഈ റോഡ് കോൺക്രീറ്റിൻ്റെ മോശം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സിമെൻറ്റിൻ്റെ പോരായ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കണ്ടോ, ഇതിലൊക്കെ കൂട്ടത്തിൽ ഈ മണ്ണിൻ്റെ ഒക്കെ കൂട്ടത്തിൽ സിമെൻറ്റും ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തിൻ്റെ പോരായ്മ കൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയും കേട്ടോ. ഇത് മിനിമം 5 കൊല്ലം തന്നെങ്കിലും ഈ റോഡ് ഉപയോഗിക്കണ്ടേ. ഇതിപ്പോൾ ഇട്ടിട്ടിപ്പോൾ 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് നീളം പോവുക എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറയും കേട്ടോ. അത് എന്നിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണോ കോൺക്രീറ്റ് മാണ്ടത് എന്നുള്ളത് 2 റോഡും കൂടി കണ്ടിട്ട് നിങ്ങൾ പറയും. ഈ റോഡിൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ബാക്കിയൊക്കെ എല്ലാവരും ചെയ്ത് കൊടുക്കുക. ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ ഉള്ളത് പടിഞ്ഞാറമുക്കിലെ ഒരു 2-3 ആഴ്ച മുന്നേ കോൺക്രീറ്റ് ചെയ്ത പുതിയ റോട്ടുമ്മലാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഇതേപോലൊരു റോഡായിരുന്നു കാരികഷ്ണം ഭാഗത്ത് ഇട്ട കോൺക്രീറ്റും ആ കോൺക്രീറ്റും ഈ കോൺക്രീറ്റും തമ്മിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരല് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡുമാടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ റോഡും ആ റോഡും തമ്മിലുള്ള മാറ്റം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും കോൺക്രീറ്റ് ചെയ്തത് ഒരേ ടൈമിനാണ്. അതാണ് ഇതിലേറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ റോഡിന് ഇപ്പം തന്നെ വിള്ളൽ വീണിട്ടുണ്ട്. മാത്രമല്ല സിമൻറ്റ് വണ്ടി പോകുമ്പോൾ പോണതിനനുസരിച്ച് സിമൻറ്റ് പൊടി പാറുന്നുണ്ട്. അപ്പോൾ അതിൽ സിമൻറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഞാൻ ഈ റോഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ക്ലിയർ ആയില്ലേ?